ജീവിതം അങ്ങനെയാണ്, എന്ത് സംഭവിക്കാം. അങ്ങനെ റിസ്വാനെ യാത്രയാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ആരോൺ പോയിട്ടുണ്ടായിരുന്നു. ആരോണപ്പം വഴി അറിയാമെന്ന് വെച്ചാണ് ഞാൻ പോയത്. അവൻ ഫ്രണ്ടിൽ പോയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. എയർപോർട്ടിൻ്റെ സിഗ്നൽ ആയി കഴിഞ്ഞപ്പോൾ ആശം നേരെ വിട്ടടിച്ച് പോയി. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയി ചെറുക്കൻ പോയിട്ട്. ഫോൺ വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. എനിക്കൊന്ന് അങ്കമാലി എത്തിക്കാണുമെന്ന് തോന്നുന്നു. എവിടെ എത്തി എങ്ങനെ എത്തി എന്നൊന്നും അറിയത്തില്ല. ഇനി ചെറുക്കൻ വിളിച്ചോണ്ടിരിപ്പോണ്ട് കിട്ടുമില്ലെന്ന് നോക്കട്ടെ, വരുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം എത്ര മിസ് കോളായി? മിക്കവാറും പുസ്തകം പോയാലും ഇവനെ കിട്ടത്തില്ല. 12 മിസ് കോള്. തിരിച്ച് ആ സൈഡിലുള്ള കടയിലുണ്ട്, ആ ജംഗ്ഷനിൽ. എവിടെ എത്തിയെന്ന്? എവിടെ എത്തി? പേരാപ്പുറം എത്തിയെന്ന് തോന്നുന്നു. അത്താണിയാ അങ്കമാലി. അവരിപ്പം പ്ലേയിങ് പോകും. അതെ, എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ വന്നതാണേ. എടപ്പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയ വലിപ്പത്തിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും കാണാതെ നേരെ വെച്ചലക്കി അങ്കമാലി പോയി. അതെ, ചെറുക്കൻ അവിടെ വന്നിട്ട് എയർപോർട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അത്താണിയല്ല, അങ്കമാലി. എന്നാലും ഈ ബോർഡ് അവൻ കാണാതെ എങ്ങനെ പോയെന്ന് ഞാൻ ആലോചിക്കുന്ന. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവന് ഇനി വണ്ടി വഴിയേറ്റി പോയിരിക്കാൻ വേണ്ടത് അവിടെ ജംഗ്ഷനിൽ പോയിട്ട് ഇവന്നിപ്പുണ്ട് വഴി പറഞ്ഞു കൊടുക്കാൻ. അവനെ കാണാതെ വഴിയേറ്റി നേരെ പോകാതിരിക്കാൻ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടാണ് പോകേണ്ടത്. കഥാനായകനെ ഇതുവരെ കണ്ടിട്ടില്ല. കഥാനായകൻ വരുമ്പോൾ കാണിച്ചു തരാനായി ഇരുന്നുകൊണ്ടിരിക്കുന്നു. കഥാനായകൻ ഓക്കെ. കഥാനായകൻ ആരോൺ എവിടം വരെ എത്തിയടാ? അങ്കമാലി. അങ്കമാലി. എടാ എന്നാലും നീ ആ ബോർഡ് കാണാതെ എങ്ങനെ പോയി? കൊച്ചു നല്ല വലിപ്പത്തിലല്ലേ അത്? നേരെ നല്ല ഫ്ലോയില് പോയത്. അന്നേ വഴിയറിയത്തില്ലേ പുറകെ വരണ്ടേ? എനിക്ക് നോക്കിയപ്പോ ഇല്ല 1 കിലോമീറ്റർ ഡിഫറൻസ് ഞാനിവനും തമ്മിൽ. എന്റെ എങ്ങനെയൊന്നും എനിക്ക് കിട്ടി. സൈഡ് ബാഗ് മനസ്സിലായി. അടുത്തത് പാട്ടു റോഷൻ. ഡോറ് അടഞ്ഞ്. തിരിച്ച് എടപ്പള്ളിയിലേക്ക് തന്നെയാണോ അതാ തിരുവനന്തപുരം പിടിക്കോ? പോകുന്നില്ല. അതില്ലേ പോകുന്നതിന് മുമ്പ് എയർപോർട്ടിലോട്ടുള്ള വഴി പഠിപ്പിച്ചായിരുന്നു നിനക്ക്. അയ്യോ ആരോ, നിനക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഈ നിമിഷത്തിൽ? ഈ നിമിഷത്തിൽ കാലം ജീവിതം അങ്ങനെയാണ്, എന്ത് സംഭവിക്കാം. അതെ, ഫോൺ വഴിക്ക് ഇതിവനെന്ത് വർത്താനാ പറയുന്ന? നീ ഉണ്ടായിരുന്നേ, ഞാനും ഒരുമിച്ചാ പോകുന്നത്. കാലം അങ്ങനെയാ. ലൈഫ് മൂവ്സ് ഓൺ. ചെക്കൻ സെറ്റ്. ആരാണ്? മന്തി അല്ല, മന്തി അല്ല. 4 മണിക്ക് കയറിയില്ലെങ്കിൽ ഷിഫ്റ്റിൽ നിന്ന് ആളടിച്ച് പുറത്താക്കും.
അങ്ങനെ അവനും പോയി. ഇനി വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ആരെ വിളിക്കും? ഇനി ആകെ ആഷ്ലിയും ഇത് മാത്രമേ ഉള്ളൂ, ആഷ്ലിയും കുട്ടൻ മാത്രം. അല്ലേ ആഷ്ലിനെ? എന്താടാ നീ വിളിച്ച വരുന്നില്ല? നിനക്കൊരു വിഷമം? എനിക്കും വിഷമം ഉണ്ടാട്ടാ. അതെ, അത്യാവശ്യം ഒരു ചെറിയ ഇതുണ്ട്. വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയടാ, രണ്ട് ദിവസം എന്താ രാവിലെ ആകുമ്പോൾ അവനെ വിളിക്കും, എന്നിട്ട് എവിടെയെങ്കിലും പോകുന്ന എന്താ പരിപാടി എന്ന് ചോദിക്കും. പിന്നെ ദുബായിൽ രാവിലെ ആകുമ്പോൾ എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ചിലപ്പോൾ ഉറക്കമായിരിക്കും. രക്ഷോട്ടാ മതി, അതാണ് രക്ഷോട്ടാ. ഹോട്ടലിൽ ഈ മാസം റിസൈൻ ചെയ്തിട്ട് നിനക്ക് എന്താ പരിപാടി? ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കും. അതെ, ആരോട് ചിക്കനെ മിസ് ചെയ്യും. കൈപ്പണി അവനല്ലാതെ ഡെയിലി